ഞങ്ങളുടെ അധരങ്ങളുടെ ഫലത്തിൽ നീ പ്രസാദിക്കണമേ. നിന്റെ സ്നേഹിതനായ ഞങ്ങളുടെ പിതാവായ അബ്രഹാമിന്റെ വിശ്വാസം നിനക്ക് സന്തോഷമായതുപോലെ ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് സന്തോഷകരമായിരിക്കണമേ. നീതിമാനായി യോബിന്റെ അടുക്കൽ നിന്ന് ദുഷ്ടനായ ലജ്ജിച്ചു പോയതുപോലെ ഈ വീടിന്റെ ശത്രുവായ ദുഷ്ടൻ ലജ്ജിക്കുമാറാക്കണമേ. ശ്രേഷ്ഠ പുരോഹിതനായ അഹ്റോന്റെ ധൂപത്താൽ ഇസ്രയേൽ ജനത്തിൽ നിന്ന് വസന്ത നിരോധിക്കപ്പെട്ടതുപോലെ കഠിന ശിക്ഷകളും കാപത്തിന്റെ വടികളും ഞങ്ങളിൽ നിന്ന് നിരോധിക്കപ്പെടുമാറാകണമേ. പുരോഹിതനായ സ്കറിയായുടെ ശുശ്രൂഷയെങ്കിൽ നിന്റെ പ്രസംഗനായ യോഹന്നാനെ പറ്റി അവന് പ്രത്യാശ ഉണ്ടാക്കിയതുപോലെ ഞങ്ങളുടെ ശുശ്രൂഷയിൽ ജീവന്റെയും രക്ഷയുടെയും പ്രത്യാശ ഞങ്ങൾക്കുണ്ടാകുമാറാകണമേ. കർത്താവേ, ചുങ്കക്കാരനായ സക്കായോട് ക്ഷമിച്ചതുപോലെ നിന്റെ തിരുവചനത്താൽ ഞങ്ങളുടെ പാപങ്ങളെ പരിഹരിക്കണമേ. കർത്താവേ, ഭാഗ്യവാന്മാരായ സ്ത്രീഹന്മാരുടെ പ്രധാനിയായ ശമയോന്റെ അപേക്ഷ കൈക്കൊണ്ടതുപോലെ അനേക പാപങ്ങൾ ചെയ്തിട്ടുള്ള ഞങ്ങളുടെ അപേക്ഷ കൈക്കൊള്ളണമേ. ആ പാപിയായിരുന്ന സ്ത്രീയുടെ കുറ്റങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ അനേക കുറ്റങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. കർത്താവേ, ആ സ്ത്രീകളുടെ വിഷമതരങ്ങളായ വേദനകളിൽ നിന്ന് സ്വസ്ഥത പ്രാപിച്ചതിന് മുഖാന്തരമായ ആ നിന്റെ നിത്യമായ കരുണ ഞങ്ങളുടെ മേൽ ഭക്ഷിക്കുമാറാക്കണമേ. ഞാനായ സ്ത്രീയുടെ മകളിൽ നിന്ന് ദുഷ്ടനെ ഓടിച്ചതുപോലെ പ്രതിയോഗിയുടെ ശക്തിയെ ഞങ്ങളുടെ ദൂരത്താക്കണമേ. ഉത്കൃഷ്ടപുരുഷനായ ദാനിയേൽ നൽകിയതുപോലെ നിന്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് ജയം നൽകുമാറാക്കണമേ. കസന്നാന്തി ചൂളയിൽ വെച്ച ഹരണിയ മുതലായവരുടെ ബന്ധനങ്ങൾ നീ അഴിച്ചതുപോലെ ദുഷ്ടപിശാചുക്കളുടെ ബന്ധനങ്ങളെ ഞങ്ങൾ നിന്ന് അഴിക്കണമേ. നിന്റെ പട്ടക്കാരും ശുശ്രൂഷകന്മാരും നിന്റെ ഇഷ്ടം ചെയ്ത് നിറവേറ്റുവാനും നിന്റെ സ്വർഗീയ ഭണ്ഡാരത്തിന്മേൽ അവർ സത്യമുള്ളവരായിരിക്കാനും നിന്റെ തിരുവചനം പോലെ ഭയത്തോടെ നിന്റെ ആട്ടിൻകൂട്ടത്തെ മേയിപ്പാനും നിന്റെ വിശുദ്ധ വഴികളിൽ നടപ്പാനും കർത്തൃസംബന്ധവും ജീവപ്രദവുമായ നിന്റെ കൽപ്പനകളെ ആചരിപ്പാനും നിന്റെ കുഞ്ഞാടുകൾ നിന്റെ മേറ്റൽ സ്ഥലങ്ങളിൽ മേയുകയും നിന്റെ പെണ്ണാടുകൾ നിന്റെ നന്മകൾ കൊണ്ട് തൃപ്തിപ്പെടുകയും ഞങ്ങൾക്കെല്ലാവർക്കും നിങ്ങളിൽ നിന്ന് കരുണ ലഭിക്കുകയും ചെയ്യുമാറാകണമേ. പാപികളോട് കരുണയുള്ളവനും ഇഷ്ടമുള്ളവനുമായ കർത്താവേ, നിന്റെ ബഹുലമായ അനുഗ്രഹങ്ങളുടെ സമൃദ്ധി പോലെ ഞങ്ങളോട് കരുണ ദയ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. കർത്താവേ, ഉണ്ടായി ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊണ്ട് ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഈ സ്തോത്രം ഞങ്ങൾ കരറ്റുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. വാതിലിൻ യാചന ശബ്ദം മുട്ടുന്നു, മുടക്കരുതേ നിൻ സേവകരിൽ ആവശ്യ യാചനയെ നീ കൃപയാൽ പാലിക്ക. കോപവടിയിൽ നിന്നകറ്റി പ്രാർത്ഥന കേട്ടു നിൻ കരുണയതാ യാചന നീ നൽകിയിടണമേ. ദേവാ, തുണയ്ക്കായി ബലഹീനർ വിളിച്ചിടുന്നു. നല്ലവരെ പ്രാർത്ഥന കേട്ടു നിൻ കരുണയതാ യാചനകൾ നൽകിയിടണമേ. കൃപ ചെയ്യണമേ, കരുണയുടെ ബഹുലത്താൽ ദയ ചെയ്യണമേ. സ്നേഹന്മാരുടെ സ്തുതി. കർത്താവേ, നിന്റെ വചനങ്ങളെ തിരിച്ചറിയുന്നതിന് ഞങ്ങൾക്ക് നൽകണമേ. നിങ്ങൾക്ക് സമാധാനമുണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന അറിയിപ്പാങ്ങളുടെ കർത്താവേ, ശുശ്രൂഷയായി വിശുദ്ധായ എവങ്കേലിയോൻ ജനമെടുത്തതയുമായി ജീവന്റെ വചനമായി നമ്മുടെ ദൈവം കർത്താവ് രക്ഷിതാവായിരിക്കുന്ന യേശുമിശിഹായുടെ കരുണയുടെ കാലത്ത് ഇപ്രകാരം സംഭവിച്ചു. പ്രവേശിച്ച് കടന്നു പോകുമ്പോൾ ധനവാനും ചുങ്കക്കാരും പ്രധാനിയുമായ സക്കായിയുടെ പേരുള്ള ഒരു പുരുഷൻ
വിശുദ്ധപുരാൻ എങ്ങനെയുള്ളവരെന്ന് കാണുവാൻ ആഗ്രഹിച്ചിരുന്നു. തക്കായ ശരീര വളർച്ചയിൽ പുതിയവനായിരുന്നതുകൊണ്ട് പുരുഷാരൊന്നും സംഭവന കഴിഞ്ഞില്ല. താരാ വഴി കടന്നു പോകേണ്ടിയിരുന്നത് കൊണ്ട് അവനോട് ഈ സ്വതന്ത്രാൻ മുമ്പിൽ കടന്നു. തന്നെ കാണുവാനായിട്ടൊരു കാട്ടത്തിൽ വൃക്ഷത്തിൽ കയറി. ഈശ്വരൻ സ്ഥലത്ത് വന്നപ്പോൾ അവനെ കണ്ടു. അവനോട് സഖായി വേഗം ഇറങ്ങി വരിക, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അരുളി ചെയ്തു. അവൻ വേഗം ഇറങ്ങി വന്ന് സന്തോഷത്തോടുകൂടെ അവനെ കൈക്കൊണ്ടു. മനുഷ്യത്തിൽ കാണാതെ പോയതിനെ അന്വേഷിച്ച് ജീവിപ്പാൻ വന്നു എന്ന് അരുളി ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നന്മകളഖിലം മനുജർക്കായി ദാനം ചെയ്തും സ്വർഗവാഴ്വുകളയച്ചും അരുളുന്നോരു കർത്തൻ ഈ വീടിനെയും വാസികളെയും വാഴ്ത്തുമാറാക. ഇവരുടെ മേൽ കൃപയെ ചിന്തുമാറാക സദാ. സഖായിയുടെ വീട്ടിൽ ചെന്ന് ഇന്നീ വീടിനു രക്ഷയുണ്ടായ അരുളിയനാഥൻ നമശിഹാരാജൻ ഇതിൽ പ്രവേശിച്ച് വലങ്കയ്യാരെല്ലാറ്റെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ കർത്താവീശോ നിൻ കൃപയോട് നിദാനങ്ങളെ എങ്ങൾ മേൽ അയച്ചീടേണമേ. വരാതെ നിൻ വഴി തന്നിൽ നടന്നിടുവാൻ തിന്മപ്പെട്ടവരിൽ നിങ്ങളെ രക്ഷിക്കണമേ. സത്യവിശ്വാസത്തോടെ തന്നെ നോക്കി വിളിക്കുന്ന എല്ലാവരോടും ഉത്തരമുള്ളുന്ന ദൈവങ്ങളുടെ ദൈവവും കർത്താക്കന്മാരുടെ കർത്താവുമായുള്ളവേ, ഈ ഭവനവാഴ്വിന്റെ ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെടുന്ന ഈ സമയത്ത് നിന്റെ ശ്രേഷ്ഠതര സന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും സ്തോത്രങ്ങളും കൈക്കൊള്ളണമെന്ന് നിന്റെ കരുണയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങൾ മണ്ണും ചാരവുമാകുന്നുവെന്നും നിന്റെ കൃപയും സഹായവും കൊണ്ടല്ലാതെ സ്വയമായി യാതൊന്ന് ചെയ്ത് പൂർത്തിയാക്കുവാൻ ഞങ്ങൾക്ക് പ്രാപ്തിയില്ലെന്നും നിന്റെ ഏറ്റവും ചെറുതായിരിക്കുന്ന കൃപ പോലും പ്രാപിപ്പാൻ ഞങ്ങൾ അർഹതയില്ലാത്തവരായിരിക്കെ നിന്റെ ബഹുലമായ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ മേൽ നീ വർഷിപ്പിക്കുന്നുവെന്നും നിന്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് ധന്യമായ വാഴ്വുകൾ ഞങ്ങൾക്ക് അയച്ചു തരുന്നുവെന്നും പ്രയാസങ്ങളിൽ ഈ ലോകത്തിൽ നീ ഞങ്ങളെ നടത്തുന്നുവെന്നും തിരുസന്നിധിയിൽ ഞങ്ങൾ ഏറ്റുപറഞ്ഞുകൊള്ളുന്നു. മനസ്സലിവുള്ളവനും മനുഷ്യസ്നേഹമുള്ളവനുമായ കർത്താവേ, ഈ വീട് വാങ്ങുന്നതിനായി നിന്റെ മക്കൾക്ക് നീ ചെയ്ത എല്ലാ സഹായങ്ങൾക്കും വേണ്ടിയും അതിനെ പൂർത്തിയാക്കുന്നതിന് അവരെ നീ ശക്തിപ്പെടുത്തുകയും അവരുടെ സകല പ്രവൃത്തികളിലും അവരെ നീ താങ്ങുകയും എല്ലാ പെരുമാറ്റങ്ങളിലും ഇതുവരെ അവരെ നടത്തുകയും ചെയ്യുന്നതിന് വേണ്ടി വന്യവും വിശുദ്ധവുമായ നിന്റെ തിരുനാമത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നീ വീട് പണിയുന്നില്ല എങ്കിൽ അതിന്റെ പണിക്കാർ വൃഥാധ്വാനം ചെയ്യുന്നുവെന്നും നീ പട്ടണം കാത്തുകൊള്ളുന്നില്ലെങ്കിൽ അതിന്റെ കാവൽക്കാർ ജാഗരണം ചെയ്യുന്നുവെന്നും ഞങ്ങൾ അറിയുന്നു. കർത്താവേ, ഞങ്ങളെ സഹായിക്കുന്നതിന്റെ ശക്തിയുള്ള വലങ്കൈ എപ്പോഴും ഓർത്തുകൊള്ളുവാനും നിങ്ങൾ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്ന സർവ്വനന്മകൾക്കും വേണ്ടി നിന്നോട് നന്ദിയുള്ളവരായിരിക്കാനും നിന്റെ കൽപ്പനകളെ ആചരിപ്പാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. കർത്താവിന്റെ വീട്ടിൽ പ്രവേശിച്ച് ഇവനും അബ്രഹാമിന്റെ മകന് കൊണ്ട് ഇന്ന് ഈ വീടിന് രക്ഷയുണ്ടായി എന്ന് അരുളി ചെയ്ത ഞങ്ങളുടെ കർത്താവേ ശുഭശിഹായെ, ഈ ഭവനത്തിൽ വസിക്കുന്നവരോട് കൂടെ നീ ഉണ്ടായിരിക്കണമേ. അവരെ നിന്റെ മക്കളും നിന്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവരുമാക്കി തീർക്കണമേ. എല്ലാവരും പരിശുദ്ധവും വായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ തെളിയിച്ചു ആയതിപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. അഭിമുഖീകരിക്കുകയും ചെയ്യുന്ന ആളുകൾ എന്ന ഒരർത്ഥത്തിൽ ഭവനത്തെ, ഒരു കുടുംബത്തെ നമുക്ക് പറയുവാനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഈ ഭവനത്തിൽ താമസം ആരംഭിക്കുമ്പോൾ ദൈവം അവർക്ക് ദാനമായി കൊടുത്തൊരു ഭവനം അവരുടെ ആഗ്രഹത്തെ സഫലമാക്കി നൽകിയ ഒരു വലിയ അനുഗ്രഹം. ആ ഒരു രീതിയിലാണ് നമ്മളെല്ലാവരും ഇവിടെ വന്ന് ഈ ഒരു ഭവനത്തിൻ്റെ പ്രതിഷ്ഠാ ശുശ്രൂഷയിൽ പങ്കുചേരും. എന്നാൽ
ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥനകളൊക്കെ വായിക്കുമ്പോൾ ഈ ഭവനം എന്ന ഒരു കെട്ടിടത്തിന് വേണ്ടിയല്ല, പകരം അതിൽ പാർക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അവരുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടണം, അവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടണം. ഇവിടെ അവർ താമസിക്കുന്നത് അവർക്കും അവരുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹമായി തീരണം. അതാണ് നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ ഉദ്ദേശം. ഇന്ന് നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവരുടെ മേൽ കരുണ ചെയ്യണമേ എന്ന് തന്നെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതിൻ്റെ പല ഘടകങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, ഓരോ സാഹചര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഓർമ്മപ്പെടുത്തി. ആ പ്രാർത്ഥനകളൊക്കെ അതുപോലെ അർത്ഥവത്തായ പ്രാർത്ഥനയാണ്. ഏതെങ്കിലും ഭാഗം വായിച്ച ഭാഗം പറയുന്നു, സഖായിയെക്കുറിച്ച് കർത്താവ് പറയുന്ന ഒരു സാക്ഷ്യമാണ്, ഇവനും അബ്രഹാമിൻ്റെ മകനാകൊണ്ട് ഇന്ന് ഈ ഭവനത്തിന് രക്ഷയുണ്ടായി. അബ്രഹാമിൻ്റെ മക്കൾ അതൊരു പദവിയും അലങ്കാരവുമല്ല, പകരം അതൊരു റെസ്പോൺസിബിലിറ്റിയാണ്. ഒരു ക്രിസ്തീയ വിശ്വാസി എന്ന് ഒരാളെ കുറിച്ച് പറയുമ്പോൾ അത് ഒരു ലേബലല്ല, പകരം അതൊരു റെസ്പോൺസിബിലിറ്റി. ക്രിസ്തുവിനെ അനുകരിക്കുന്നവരായി ജീവിക്കുന്ന, ക്രിസ്തുവിൻ്റെ പാതകളെ പിൻപറ്റുന്നവരായി ജീവിക്കുന്ന, ക്രിസ്താനുകരണത്തിൽ ജീവിക്കുന്നവരാണ് ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ അത് ഒരു ഉത്തരവാദിത്വമാണ് എന്ന് ഓർപ്പിക്കും. എന്ന് പറയുന്നത് പോലെ ഈ ഭവനത്തെ ദൈവം വിളിച്ചു വേർതിരിക്കുമ്പോൾ ഈ പ്രിയപ്പെട്ടവർക്ക് ദൈവം നൽകുന്നതായ ഒരു വലിയ ഉത്തരവാദിത്വം ഇന്ന് ഓർമ്മപ്പെടുത്തും. നിങ്ങളുടെ നാവിൽ നിന്ന് ദൈവത്തിൻ്റെ സ്തുതി ഇവിടെ ഉയരണം, പ്രാർത്ഥനകൾ ഈ ഭവനത്തിൽ ഉയരണം. ഇതിൽ വസിക്കുന്നവരും ഇതിൽ വിവിധ അനുഭവങ്ങളിൽ പ്രവേശിക്കുന്നവരും ഒക്കെ ഒരുപോലെ ദൈവാനുഗ്രഹം പ്രാപിക്കുന്നവർ. ഇവിടെ വന്ന് നന്നായി എന്ന് പറയുന്നതായ ഒരു അനുഗ്രഹത്തിൻ്റെ അനുഭവം നമുക്കുണ്ടാകും. നിങ്ങളിവിടെ വന്നത് ഞങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് നിങ്ങൾ പറയുവാനും, ഞങ്ങളിവിടെ വന്നത് നിങ്ങളുടെ വലിയൊരു അനുഗ്രഹമാണ് എന്ന് പറയുന്ന ഒരു അനുഭവം ഇവിടെ വരുന്നവർക്കും ഉണ്ടാകുന്നതാണ് ഒരു വലിയ അനുഭവം. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്നത്, മുട്ടുള്ളവരാരും അവരിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ അവരുടെ ഏറ്റക്കുറച്ചിലിനെ കുറിച്ചല്ല പറയുന്നത്, പകരം അവരുടെ പങ്കുവയ്ക്കലിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച്. അതുകൊണ്ട് ഈ ഭവനം അത്രമാത്രം അനുഗ്രഹമുള്ള ഭവനമായി, ദൈവാനുഗ്രഹം ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ഭവനമായിരിക്കാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളിലൂടെ ഈ അനുഗ്രഹം ഈ ദേശത്ത് പകരപ്പെടുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഭവനം ദൈവത്തിൻ്റെ പ്രകാശത്തെ തങ്ങളുടെ ഉള്ളിൽ വഹിക്കുന്നവരും തങ്ങളുടെ ഇടങ്ങളിലൊക്കെയും പകരുന്നവരുമാണ്. നിങ്ങളിലൂടെ ഈ വെളിച്ചം, ക്രിസ്തുവിൻ്റെ വെളിച്ചം മറ്റുള്ളവരിലേക്ക് പകരപ്പെടും. അപ്പോഴാണ് നിങ്ങൾ നല്ല സാക്ഷികളായി രൂപാന്തരപ്പെടുന്നത്. ആ ഒരു വലിയ സത്യത്തിൽ നിലനിൽപ്പാനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. അതുകൊണ്ട് ദൈവവചനത്തിൽ അധിഷ്ഠിതമായി ദൈവകൃപയിൽ നിലനിന്നുകൊണ്ട് ഈ ശുശ്രൂഷ നമുക്ക് നിർവഹിപ്പാനായിട്ട് ദൈവം ഇടയാക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ പറഞ്ഞ പ്രാർത്ഥനകളൊക്കെ പറയുന്നുണ്ട്, പൂർവ്വപിതാക്കന്മാരുടെ അവരുടെ ജീവിതത്തെ അനുഗ്രഹിച്ച ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്നതായ നന്മകളെയൊക്കെ നമ്മൾ പരാമർശിച്ച് പറയുന്നു. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, നിന്റെ കരങ്ങളിൽ നിന്ന് ഏറ്റവും ചെറിയ കൃപ പോലും, ചെറുതായിരിക്കുന്ന കൃപ പോലും പ്രാപിപ്പാൻ ഞങ്ങൾ അർഹതയില്ലാത്തവരായിരിക്കെ നിന്റെ ബഹുലമായ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ മേൽ നീ വർഷിപ്പിച്ചു തരുന്നുവെന്നും നമ്മൾ ഓരോരുത്തരും ഓർക്കണം. അതുകൊണ്ട് ഇതൊന്നും നമ്മുടെ മിടുക്ക് കൊണ്ടോ നമ്മുടെ അധ്വാനം കൊണ്ടോ നമ്മുടെ പ്രയത്നം കൊണ്ടോ ഉണ്ടായതല്ല, പകരം ദൈവം നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ചതാണ്, നമ്മെ ഫലമേൽപ്പിച്ചതാണ്. ഇസ്രായേൽ മക്കളെ കുറിച്ച് പറയുന്നത് പോലെ ഒരു യുദ്ധവും അവർ ജയിച്ചിട്ടില്ല, പടപൊരുതി ജയിച്ചിട്ടില്ല. പകരം അതിൻ്റെ അവസാനം ഒരു വാക്കിങ്ങനെ എഴുതും, യഹോവ അവരെ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. യഹോവ അവരെ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ അനുഗ്രഹവും ഓരോ നിറവും ദൈവം നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നതാണ് എന്ന ബോധ്യം നമുക്കുണ്ട്. അതുകൊണ്ട് ദൈവം നിങ്ങൾക്ക് തന്നതായ, നിങ്ങളെ ഫലമേൽപ്പിച്ചതായ ഈ വലിയൊരു അനുഗ്രഹത്തിൻ്റെ ഒരു വലിയ അനുഭവം മറ്റുള്ളവരിലേക്ക് പങ്കുവെച്ച് അത് നിങ്ങളൊരു അനുഗ്രഹമായി തീരാൻ, അബ്രഹാമിന് കൊടുത്ത അനുഗ്രഹം പോലെ നിന്നിലൂടെ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞ അനുഗ്രഹം പോലെ നിങ്ങൾക്ക് ഈ ഭവനവും നിങ്ങളുടെ ജീവിതവുമായി തീരുവാനായിട്ട് ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മുടെ ഭവനങ്ങളൊക്കെ ദൈവം നമുക്ക് തന്നതായ ഇടങ്ങളാണ്. ആ ഇടങ്ങളെ കൂടുതൽ ദൈവകൃപയിൽ പ്രകാശപൂരിതമാക്കി, ദൈവത്തിൻ്റെ അനുഗ്രഹം പകരുന്ന ഇടമാക്കി, വെളിച്ചത്തെ പകരുന്ന ഇടമാക്കി രൂപാന്തരപ്പെടുത്തുവാനായിട്ടിടയാണ്. നമ്മുടെ ഭവനത്തിൽ ആ ഹിതകരമല്ലാത്തതൊന്നും പ്രവേശിക്കാൻ ഇടവരരുത്. ദൈവത്തിന് പ്രസാദകരമല്ലാത്തതൊന്നും അവിടെ പ്രവേശിക്കാൻ ഇടയാകരുത്.
അങ്ങനെ വരുമ്പോൾ അത് ദൈവത്തിൻ്റെ ഭവനം എന്നുള്ള ഒരു ലേബൽ അതിനെ ചേരില്ല. അത് നമ്മളെല്ലാവരും വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വിഷയം. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ ഇടപാടുകൾ, നമ്മുടെ കൊടുക്കലുകൾ, നമ്മുടെ വാങ്ങലുകൾ എല്ലാം ദൈവത്തിന് ഹിതകരമായി തീരുവാനായിട്ടും ദൈവനാമം അതിലൂടെ മഹത്വപ്പെടുവാനായിട്ടും ഇടയായിത്തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വന്നു ചേർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുള്ള നന്ദി അറിയിക്കുന്നു. ഈ ഭവനം പ്രിയപ്പെട്ടവർക്ക് ഏറ്റവും അനുഗ്രഹവും ദൈവകൃപയുടെ അനുഭവമാക്കി തീർക്കുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇടവകയുടെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാവരുടെയും നാമത്തിലുള്ള എല്ലാ പ്രാർത്ഥനകളും ആശംസകളും നിങ്ങളെ അറിയിക്കുന്നു. ഈ ഭവനത്തിലെ താമസം നിങ്ങൾക്ക് മാത്രമല്ല, ദേശത്തിനും നിങ്ങൾ ഇടപെടുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ അനുഗ്രഹമായി തീരട്ടെ. അങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തീകരിച്ച് വഴി നടത്തുമാറാകട്ടെ. നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകും. ആത്മീയമായ ഭവനവാഴ്വിന്റെ ശുശ്രൂഷ ഞങ്ങളോടുകൂടി ഒരുങ്ങുമെന്ന് സംബന്ധിച്ചിട്ടുള്ള നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവം ബലഹീനതയും കുറവുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ തന്റെ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ.